ഹലോ. രാവിലെ ഒരുങ്ങി കിട്ടി എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ നമുക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. നമ്മളിവിടെ പാർട്ട് ടൈം ജോബ് തപ്പി നടക്കുകയുള്ളൂ. അപ്പം ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പോവാണ്. മക്ഡൊണാൾഡ്സിലാണ്. അങ്ങനെ നേരെ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ആദ്യം കയറിയപ്പം വലിയ തിരക്കൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ബസ്സിൽ ഒറ്റയ്ക്ക് കയറി പോകുന്നത്. അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, എല്ലാം ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത് എന്ന് വിചാരിച്ച് ബസ്സിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ ബസ്സിൽ കയറിയിരുന്ന് നേരെ റോഡ് മാപ്പ് ഇട്ടു, സ്ഥലം എത്തുമ്പോൾ അറിയാൻ. കാരണം അല്ലെങ്കിൽ എനിക്ക് സ്ഥലം കറക്റ്റ് പിടിയില്ലാത്തതുകൊണ്ട് സ്ഥലം എത്തുമ്പോൾ അറിയാനായിട്ട് റോഡ് മാപ്പ് ഇട്ടു. അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പം വിൻഡോയിൽ കൂടെ നോക്കിയപ്പോഴാണ് ഇവിടെ കുറേ കുതിരവണ്ടിയൊക്കെ നിൽക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ 2 വീഡിയോ ഒക്കെ എടുത്ത് ഇറങ്ങി സ്ഥലത്തെത്തി ഇറങ്ങി ലൊക്കേഷൻ ഇട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ കണ്ടുപിടിച്ചു, അവിടെ അങ്ങ് മണ്ടയ്ക്കൊരു മക്ഡൊണാൾഡ്സിൻ്റെ ഒരു കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി അതാണ് നമ്മൾ പോകേണ്ട സ്ഥലം. പിന്നെ അങ്ങോട്ടേക്കുള്ള നീണ്ട നടത്തമായി. അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നടന്ന് അവിടെ എത്തി നേരെ ചോദിച്ചു, ഇൻ്റർവ്യൂവിന് വന്നതാണ്. അപ്പോൾ ഈ പുള്ളിക്കാരത്തെയാണ് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാൻ നിൽക്കുന്നത്. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവരാദ്യം എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പം എനിക്ക് കറക്റ്റ് 3:30 ഇൻ്റർവ്യൂ പറഞ്ഞത്. അപ്പോൾ അതിന് മുമ്പ് 3 മണിക്കൊരു ചങ്ങായി ഇൻ്റർവ്യൂവിന് വരാനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഒരു 5 മിനിറ്റ്സ് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ പുള്ളി വരുന്നിടം വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചങ്ങായാണ് അവിടെ എനിക്ക് മുമ്പ് ഇൻ്റർവ്യൂവിന് വന്നത്. പുള്ളി അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ടിരുന്ന ഇംഗ്ലീഷൊക്കെ പറയുന്നത് എനിക്ക് അത്യാവശ്യം കേൾക്കാമായിരുന്നു. പിന്നെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. എങ്ങനെ റിസൾട്ട് എന്താണെന്ന് അറിയില്ല, പിറ്റേ ദിവസം മെയിൽ അയക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇനി കട്ട വെയിറ്റിംഗ് ആയിരിക്കും റിസൾട്ട് അറിയാനായിട്ട്. പിന്നെ ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ നേരെ ബസ് വന്നു, ബസ്സിന് കയറി. അങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും വീട്ടിൽ. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.